ശരീരവേദനയും ക്ഷീണവും നിങ്ങൾക്കൊരു സാധാരണ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ ഒപ്പിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ തളർച്ച, ജോയിന്റ് പെയിന് കാര്യങ്ങൾ, എല്ലിനൊക്കെ ഭയങ്കര പെയിന് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. പക്ഷെ അവർക്ക് അറിയുന്നില്ല അവർക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെ അസുഖം വരുന്നുള്ളത്. പക്ഷെ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആളുകൾ പലരും ഇപ്പോൾ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നില്ല. ഒരുപാട് ആളുകൾക്ക് വീടിന്റെ ഉള്ളിൽ തന്നെയാണ് പല ആൾക്കാർ അല്ലെങ്കിൽ എ സി റൂമിലൊക്കെ ഇരുന്നാണ് ആളുകൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സൺലൈറ്റിന്റെ ഒരു അഭാവം ഉണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് മെയിൻ ആയിട്ട് സൺലൈറ്റിൽ നിന്നാണ്. അപ്പോൾ സൺലൈറ്റിന്റെ എക്സ്പോഷർ ശരിക്കും ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും. വൈറ്റമിൻ ഡി പിന്നെ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ നമ്മളെ ഭക്ഷണങ്ങളിൽ നിന്നാണ്. നമ്മളെ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ നന്നായിട്ട് അതിനനുസരിച്ച് മാനേജ് ചെയ്യണം. അത് നമ്മളെ മത്തി, സാൽമൺ, കോഴിമുട്ടയുടെ മഞ്ഞ, ഫോർട്ടിഫൈഡ് മിൽക്ക് ഇതൊക്കെ ഭക്ഷണത്തിൽ ആഡ് ചെയ്തിട്ട് നമ്മളെ ഡയറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. എന്നാലേ നമുക്കത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. വൈറ്റമിൻ ഡെഫിഷ്യൻസിക്കുള്ള മറ്റുള്ള കാരണം എന്താ, ഇരുണ്ട ചർമ്മമുള്ള ആളുകൾക്ക് വളരെ സ്ലോയിലെ വൈറ്റമിൻ ഡിന്റെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ, ആകിരണം നടക്കുള്ളൂ. അതുപോലെ തന്നെ കൊഴുപ്പുള്ള ആളുകൾക്ക്, ശരീരത്തിൽ നല്ല ഫാറ്റി ആയിട്ടുള്ള ആളുകൾക്ക് കൊഴുപ്പിലായിരിക്കും അവരെ വൈറ്റമിൻ ഡി സ്റ്റോർ ചെയ്യുന്നത്, ബ്ലഡ് സ്ട്രീമിൽ കുറവായിരിക്കും. അപ്പോൾ അവർക്കും വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രായം ഒരു ഫാക്ടറാണ്. പ്രായമുള്ള ആളുകൾക്കും വൈറ്റമിൻ ഡിന്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. പിന്നെ നമ്മളെ ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങളും കാര്യങ്ങളൊക്കെ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി കാരണമാകുന്നുണ്ട്. നമ്മളെ ലിവർ, കിഡ്നിക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാം. സോ ഇതൊക്കെ നമ്മളെ ഫുഡും ഡയറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്യണം.